പിണറായി സർക്കാർ ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായിരിക്കുന്നു എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുമ്പോഴും പിണറായിക്ക് ഒരു കൂസലുമില്ലാത്തത് പിണറായിയും അദ്ദേഹത്തിന് കീഴിലുള്ള മന്ത്രിസഭയും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സമഗ്ര സംഭാവനകളെ പറ്റി അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി PM മുഹമ്മദ് റിയാസ് അധികാരമേറ്റപ്പോഴും ആക്ഷേപങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല. എന്നാൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആക്ഷേപങ്ങൾക്ക് നേരെയുള്ള കനത്ത പ്രഹരമായിരുന്നു എന്നതിൽ സംശയമില്ല. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇനി വിനോദ കേന്ദ്രങ്ങളാകുന്നു. പുതിയ കാലത്തിനൊപ്പം മുന്നേറാനുള്ള മാറ്റങ്ങൾക്ക് കേരളം തുടക്കം കുറിക്കുകയാണ്. അതിന്റെ തുടക്കം എന്നോണം പാലങ്ങൾക്കടിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ നവീകരിച്ച് നടപ്പാതകൾ, കളിസ്ഥലങ്ങൾ, വ്യായാമ കേന്ദ്രങ്ങൾ, ഫുഡ് കിയോസ്കുകൾ തുടങ്ങിയ സൗകര്യങ്ങളുള്ള പാർക്കുകളായി മാറുന്നു. അങ്ങനെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്ന പല സ്ഥലങ്ങളും ഒത്തുകൂടുന്നതിനും ഉല്ലാസത്തിനുമുള്ള ഇടങ്ങളായി മാറുകയാണ്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ചേർന്നാണ് ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത്. കൊല്ലം SN കോളേജിനു സമീപത്തെ മേൽപ്പാലത്തിനു താഴെയുള്ള സ്ഥലം നവീകരിച്ച് ഈ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്കൊരുമിച്ച് നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാമെന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ മനുഷ്യർക്കെല്ലാം മാനസികമായി യുവത്വത്തിലെ തന്നെ വാർദ്ധക്യം ബാധിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഒത്തുകൂടലുകളും തിരക്കൊഴിഞ്ഞ സമാധാനമായി പ്രകൃതിയോടണങ്ങിയിരിക്കുന്ന നേരങ്ങളും മനുഷ്യനെ കുറച്ചൊന്നുമല്ല റിഫ്രഷ് ആക്കി വെക്കുന്നത്. പക്ഷെ അതിനു പറ്റിയ ഇടങ്ങൾ അരികിൽ ഇല്ലാത്തതാണ് പലരെയും വീടിന്റെ അന്തരീക്ഷത്തിൽ തന്നെ തളച്ചിടുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന വഴിയരികിലെല്ലാം വിശ്രമ കേന്ദ്രങ്ങളും മനോഹരമായ ഇടങ്ങളും ഉണ്ടാകുന്നത് നാടിനെ മാത്രമല്ല മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെ കൂടി വളർത്തുമെന്നതിൽ സംശയമില്ല. കൊല്ലം ടൗൺ ഹാളിന് എതിർവശം റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ ഒരുക്കിയ ബി പാർക്ക് രാവിലെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ മേൽപ്പാലങ്ങളുടെ അടിവശം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതികളിൽ ആദ്യത്തേതാണ് SN കോളേജ് ജംഗ്ഷന് സമീപം യാഥാർത്ഥ്യമാകുന്നത്. ടൂറിസം വകുപ്പ് 2 കോടി രൂപ ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയത്. ഉപയോഗപ്പെടാതെ കിടക്കുന്ന പ്രദേശങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റിയെടുക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും ടൂറിസം ആകർഷണവും വർദ്ധിപ്പിക്കുന്നതിന് മുഹമ്മദ് റിയാസ് നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ചിലതുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിന്റെ GDPയിൽ ടൂറിസത്തിന്റെ വിഹിതം 10% എത്തിയത്. കൂടാതെ നൂതന പദ്ധതികളിലും ഇനിയും കൂടുതൽ വളർച്ച പ്രതീക്ഷിക്കുന്നുമുണ്ട്. സുസ്ഥിരതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മന്ത്രി റിയാസ് ഗ്രീൻ ടൂറിസം പ്രോത്സാഹിപ്പിച്ചു. ഈ സമീപനത്തിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഗ്രീൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഉൾപ്പെടുന്നു. പൊതു ഇടങ്ങളെ സുസ്ഥിരവും സൗന്ദര്യാത്മകവുമായ മേഖലകളാക്കി മാറ്റുന്നതിന് സമഗ്രമായ ഒരു ഡിസൈൻ നയം അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. കൊല്ലത്തെ പുതിയ ആശയം അതിന്റെ മികച്ച ഉദാഹരണമാണ്. 2022 ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 2.63% വർധനവുണ്ടായി. മൊത്തം 1.88 കോടി സന്ദർശകരാണ് കേരളത്തിൽ വന്നുപോയത്. ടാർഗറ്റ് ചെയ്ത വിപണന തന്ത്രങ്ങളും ഡെസ്റ്റിനേഷൻ വെഡിംഗ്, വെൽനസ്, ടൂറിസം തുടങ്ങിയ പ്രധാന മേഖലകളുടെ പ്രോത്സാഹനവുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യമായ നിക്ഷേപം മന്ത്രി റിയാസ് നടത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ടൗൺ ബൈപ്പാസിന്റെ ആദ്യഘട്ടം ഉൾപ്പെടെ 41.85 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. ഈ സംരംഭങ്ങളിലൂടെ സുസ്ഥിരത, നവീകരണം, കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കേരളത്തിന്റെ മുന്നേറ്റം മുഹമ്മദ് റിയാസ് തുടരുന്നു. കുറ്റം പറയാൻ ഒരുമ്പിട്ടിറങ്ങിയവർക്ക് വായടച്ചുള്ള അടിയാണ് കൺമുന്നിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ.